ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് രാവിലെ തന്നെ പോണത് ആര്യനെ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സിയ ബേബിനെ ഞാൻ ചേട്ടൻ്റെ വീട്ടിലാക്കും, എന്നിട്ട് ഞാനും ആര്യനും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അതേ സിയ ബേബി ഉറക്കം എണീറ്റിട്ടുള്ളൂ. ഞാൻ ആര്യനെയാണ് കേട്ടോ വിളിക്കുന്നത്. ആര്യ അവിടെ നിന്നിട്ട് ഷൂ ഇടുകയാണ്. ഞാനിങ്ങോട്ട് മുന്നിൽ പോന്നു സിയ ബേബിനെ അവിടെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ബസ് സ്റ്റോപ്പിൽ ഒരു 5 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും ബസ് വന്നു കേട്ടോ. ആര്യനെ ബസ് കയറ്റി വിട്ടതിൻ്റെ ശേഷം ഞാൻ സേമോളേനെ എടുത്ത് വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ രാവിലെ ദോശയും തക്കാളി ചമ്മന്തിയും കൂടിയിട്ടാണ്. അപ്പോൾ അത് ചൂടോടെ ഉണ്ടാക്കി കഴിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല, ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതങ്ങനെ വേഗം ഉണ്ടാക്കി കഴിക്കുകയാണ് കേട്ടോ. സേമോളാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചേച്ചി വീട്ടിൽ നിന്ന് ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളത് ഇരുന്ന് കഴിക്കുന്നുണ്ട് അവിടെ. ഞാൻ ഈ ഫോണിൽ രാവിലെ തന്നെ സംസാരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. ഇത് രാവിലെ മിക്ക ദിവസവും ഇത് പതിവാണ്. ഒന്നല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും ആരും പോയതിൻ്റെ ശേഷം. അപ്പോൾ കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിട്ട് ഫോൺ വയ്ക്കും. ഞാൻ എന്താ ഫുഡ് കഴിക്കുമ്പോഴേക്കും സിയമോളും എന്താ അവിടെ നിന്ന് എന്തൊക്കെയോ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ആരിൻ്റെ ബുക്ക് പൊതിയണ പേപ്പറൊക്കെയാണ്. അത് ഇന്നലെ ബുക്ക് പൊതിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കിട്ടണോടത്ത തോന്നണ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതാ മേശമയ്ക്ക് ഞാൻ ദോശ വെച്ചെടുത്തപ്പോൾ അവിടെ കയറി ഇത് കഴിക്കുക കേട്ടോ. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഒരു ബുക്ക് വായിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ സിയമോൾക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതൊക്കെ താഴെ ഇട്ടിട്ട് പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തേക്കാൻ പറഞ്ഞിട്ട് ആൾ കേൾക്കണമൊന്നുമില്ല, എൻ്റെ പിന്നാലെ തന്നെ നടക്കുക. ഞാനാണെങ്കിൽ ഇന്നൊരു ബുക്ക് വായിക്കണം എന്നുള്ള മൂഡിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവൾക്കതൊക്കെ എടുത്ത് കൊടുത്തതാണ്. പക്ഷേ അവൾക്കതൊന്നും വേണ്ട. അവൾ അതൊക്കെ അവിടെ പരത്തിയിട്ടിട്ട് പിന്നെ എൻ്റെ പിന്നാലെ തന്നെ വരികയായിരുന്നു. ഞാനിതൊരു പ്രാവശ്യം വായിച്ചുള്ള ബുക്കാണ് കേട്ടോ. പക്ഷേ എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. അങ്ങനെ ഞാൻ ആകെ ഒരു പേജ് 2 പേജായിട്ടേ വായിച്ചുള്ളൂ. അവളൊട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതേ പരത്തിയിട്ട് അതൊക്കെ എടുത്തേക്ക് അവസാനം ഞാൻ തന്നെ വരേണ്ടി വന്നു.